നമസ്കാരം. ചൊവ്വയുടെ വക്രഗതി കർക്കിടകത്തിലൂടെ, അതുകൂടാതെ വ്യാഴം രോഹിണിയിലൂടെയുള്ളത് മീനം രാശിക്കാരെയും മീനം ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിച്ചേക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ വക്രഗതിയിൽ ചൊവ്വ 5-ാം ഭാവത്തിലൂടെ നീചസ്ഥനായിട്ട് കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങളുടെ പഴയ കാലത്തെ പ്രണയബന്ധങ്ങൾ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയെ കാണിക്കുന്നു. വളരെ ഇമോഷണലായിട്ട് പ്രണയബന്ധങ്ങൾ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയെ കാണിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പിതാവ്, മേലധികാരി എന്നിവരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, പ്രത്യേകിച്ച് പിതാവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രോപ്പർട്ടി തർക്കങ്ങൾ, സഹോദരങ്ങളുമായിട്ട് ഉള്ള സ്വന്തം കുടുംബക്കാരുമായിട്ടുള്ള പ്രോപ്പർട്ടി തർക്കങ്ങൾ, ഇൻഹെറിറ്റൻസിനെ പറ്റിയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട്, അങ്ങനെയുള്ള ദശകൾ വരികയാണെങ്കിൽ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയെ കാണിക്കുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം, പഠിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ദൂരെ പോയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് യാത്ര ചെയ്തിട്ട് പോയിട്ടൊക്കെ പഠിക്കാൻ ഇരുന്നൊരു കാര്യം പല സാഹചര്യങ്ങൾ കൊണ്ട് നടന്നിട്ടില്ലായിരുന്നു എങ്കിൽ അതിനുള്ളൊരു സമയം വീണ്ടും വരികയാണ്. അതായത് നേരത്തെ നിങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിപ്പിക്കുന്ന സമയമായിരിക്കും. അത് നിങ്ങളുടെ ഒരു പഴയ ഹോബിയാണെങ്കിൽ, നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ എഴുത്തുകാരനോ അങ്ങനെ എന്തും ആയിക്കോട്ടെ, അതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സമയം കൂടിയാണ്. അതിപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു അവസ്ഥയാണെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർക്ക് അതൊക്കെ പോളിഷ് ചെയ്തിട്ട് നേരത്തെയുള്ള നിങ്ങളുടെ കഴിവുകളെ മെച്ചപ്പെടുത്തിയിട്ട് പുറമേക്ക് വരാനുള്ള സമയം തന്നെയാണ്. അപ്പോൾ നേരത്തെ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ച എന്തെങ്കിലും കോഴ്സുകളൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട് എന്നൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാനുള്ള സമയം വരുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, ഇവിടെ കുറച്ചുകൂടി ജീവിത പങ്കാളിയുമായിട്ടും അതുപോലെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു വിവാഹ ജീവിതത്തിൽ അത് മാനസികമായിട്ട് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന സമയം തന്നെയായിരിക്കും ഈ ചൊവ്വയുടെ ഒരു ഗോചരം എന്ന് പറയുന്നത്. വ്യാഴം പലതരത്തിലും നിങ്ങളുടെ ലഗ്നാധിപൻ, രാശ്യാധിപൻ, അതുപോലെ നിങ്ങളുടെ 10-ാം ഭാവത്തിൻ്റെ അധിപനായിട്ട് 3-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലൂടെ 3-ാം ഭാവത്തിൽ ഗോചരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി നല്ല ഫലങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളാണ്, കഴിവുകൾ. നമ്മുടെ കഴിവുകൾ പുറമേക്ക് അവതരിപ്പിക്കേണ്ടത് സമയമാണ്. അത് നിങ്ങളുടെ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദശകൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കഴിവുകളിലൂടെ പേരെടുക്കാൻ കഴിയുന്നതും അതിനെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ, അതായത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സമയം വരികയാണ്. അതായത് നിങ്ങൾക്കതിനെ ഒരു ഗുരുവിനെ ലഭിക്കുക, ഒരു മെൻറ്ററിൻ്റെ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ട് ആ കഴിവിനെ ഒന്നുകൂടി പരിപോഷിപ്പിക്കാനുള്ളൊരു സമയമൊക്കെ വന്നു ചേരുകയാണ്. അപ്പോൾ അത് നല്ല ദശാകാലങ്ങളാണെങ്കിൽ അത് നല്ലൊരു പോസിബിലിറ്റി കൊണ്ടുതരുന്നുണ്ട്. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് യാത്രകൾ, ദൂരെ പോയി പഠിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്നത് പുതിയ ജോലിക്കായിട്ടുള്ള സാധ്യതകൾ വ്യാഴം കൊണ്ടുതരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സാഹചര്യം നിങ്ങളെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി അത് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ഈ വ്യാഴത്തിൻ്റെ ഒരു അവസ്ഥ എന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. അത് ജോലി സ്ഥലത്തെ കാര്യങ്ങളാകാനുള്ള സാധ്യത കൂടുതൽ. അത് എന്താ പറയുക, ഒരു നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക, അതിന് പ്രശംസ ലഭിക്കാതിരിക്കുന്നൊരു സിറ്റുവേഷനുമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചധികം, പ്രത്യേകിച്ച് ശനിയുടെ ഒരു അവസ്ഥ കൂടി 12-ലുള്ളത് കൊണ്ടും ലഗ്നത്തിൽ രാഹു ഇരിക്കുന്നത് കൊണ്ടൊക്കെ നമ്മളെ ഒന്ന് ഫ്രസ്ട്രേറ്റ് ആക്കാനും ഈ വ്യാഴത്തിന് കഴിയും. ഇവിടെ ശുഭഗ്രഹമാണെങ്കിലും 3-ാം ഭാവത്തിൽ ശുക്രൻ്റെ രാശിയിൽ 5-ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ ഇരുന്നിട്ട് വ്യാഴം ഇവിടെ 3-ാം ഭാവമായതുകൊണ്ട് അത് നമുക്കത്ര ഇഷ്ടപ്പെടില്ല.
നമുക്ക് മറ്റുള്ളവർ പറയുന്നത് അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ നമ്മളത് ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ വരും. ചില കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ട് വരും ഇവിടെ. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴം മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതുപോലെ പഠിക്കാനും ഉയരാനുമുള്ള സാഹചര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം, മീനം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു സമയത്ത് വ്യാഴം എന്നത് പഴയ ബന്ധങ്ങളെ, പഴയ സൗഹൃദങ്ങളെ, മുന്നേ കൂടെ ജോലി ചെയ്ത ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാനും ആ ബന്ധങ്ങളെ ഒന്നുകൂടി എന്താ പറയുക, ഒരു ഓർമ്മ പുതുക്കൽ അങ്ങനെയുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ കർമ്മസ്ഥാനത്ത് ഒരു വിഷമം കൊണ്ടുതരുന്നുണ്ടെങ്കിലും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തരുന്നതല്ല. കുറേയൊക്കെ ഉയരാനുള്ള അവസരങ്ങൾ കൊണ്ടുതരുന്നതാണ്. പക്ഷെ അത് പലപ്പോഴും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല എന്നേ ഉള്ളൂ. കാരണം ഈ ഒരു സമയത്ത് അങ്ങനെ കൂടുതൽ പ്രശംസ ഒന്നും ഒരു ലഭിക്കാനുള്ള, ജോലിയുടെ കാര്യം പറഞ്ഞാൽ ഒരു അപ്രീസിയേഷൻ ഈ ഒരു സമയത്ത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ദശാകാലങ്ങൾ സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ കുറച്ചൊക്കെ പ്രതീക്ഷിക്കേണ്ടൂ. അതല്ലാതെ കുറച്ച് 3-ാം ഭാവത്തിൽ വ്യാഴം അത്ര കംഫർട്ടബിൾ അല്ല. പ്രത്യേകിച്ച് അത് ശുക്രൻ്റെ രാശിയും കൂടിയാണ്. അതുമാത്രമല്ല 5-ാം ഭാവാധിപൻ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു ഗ്രഹമാണ്. ഓരോ 2.25 ദിവസവും സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൽ ലഗ്നാധിപൻ അല്ലെങ്കിൽ രാശ്യാധിപൻ 10-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിലിരിക്കുമ്പോൾ ആ ഫ്ലക്ച്വേഷൻ ആ ഭാവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും കാണിക്കും. അതായത് ഒരു സ്ഥിരത ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വരും. പിന്നെ നിങ്ങളുടെ ദശകാലമാണ്, ഏത് ദശയാണ് അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. കാരണം ഇടവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ രാശിയുടെ ഗുണങ്ങൾ തീർച്ചയായിട്ടും അത് തരും. അപ്പോൾ ശുക്രൻ്റെ രാശിയിൽ വ്യാഴം ഇരിക്കുന്നത് കൊണ്ട് അത് ഒരു സാമ്പത്തിക നഷ്ടം തരില്ല, സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ തരും, പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ്റെ നക്ഷത്രമായതിനാൽ. അപ്പോൾ ഇവിടെ ദശാകാലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ച അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിൽ എന്താ പറയുക, അങ്ങനെ നല്ല എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടുള്ള വിവാഹം നടക്കാനും കുടുംബത്തിൽ ആഘോഷം നടക്കാനും അങ്ങനെയുള്ള ഒരു ഒത്തുചേരലിനുള്ള സമയമായിട്ട് ഈ ഒരു വ്യാഴത്തിൻ്റെ ഗോചരത്തെയും കാണാവുന്നതാണ്. അപ്പോൾ പൊതുവെ വലിയ പ്രശ്നമില്ല. പക്ഷേ ലഗ്നത്തിലെ രാഹു 12-ലിരിക്കുന്ന ശനിയുടെയും പ്രഭാവങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ദശാകാലം നെഗറ്റീവ് ആണെങ്കിൽ ഈ 2 ഗ്രഹങ്ങളുടെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് അത് ഉണ്ടായിരിക്കുന്നതാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ശനിയുടെ ഒരു 12-ാം ഭാവത്തിലിരിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പെൻസ് തരുന്ന ഒരു രീതിയാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ച്. അതേസമയം വിദേശത്തേക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ വിദേശത്ത് ജോലി തരാനും, ഏറ്റവും കൂടുതൽ ആ ലഗ്നത്തിലിരിക്കുന്ന രാഹു ഒരു ഒബ്സഷൻ കൊണ്ടുതരും. ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അത് തന്നെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു രീതി, അതിൽ നിന്ന് നമുക്ക് മനസ്സ് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു കാര്യം എന്നത് റിലേഷൻഷിപ്പ് കാര്യങ്ങളുടെ ഒരു ഇതൊക്കെ വരുമ്പോൾ ആ ഒരു പിടിവാശി അല്ലെങ്കിൽ ഒബ്സഷൻ അത്ര നല്ലതല്ല. നമ്മുടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു പാർട്ട്ണറിൻ്റെ, പ്രണയിനിയുടെ, ജീവിത പങ്കാളിയുടെ ഒക്കെ സൗകര്യവും അവരുടെ എന്താ പറയുക സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ നിർബന്ധിച്ചിട്ട് ഒരാളുടെ സ്നേഹമൊന്നും പിടിച്ചു വാങ്ങാനും പറ്റില്ല. അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് വിട്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പാർട്ട്ണറായിരിക്കാം, അവരെയും നിർബന്ധിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമമോ അങ്ങനെയുള്ള കുറച്ച് ഫലങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തരും. പിന്നെ ഈ ഒബ്സഷൻ എന്നുള്ളത് ഏത് ലെവലിലേക്കും ആകാം. അത് നിങ്ങളുടെ ജാതകത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഇനി ലഗ്നത്തിൽ, അതായത് മീനം ലഗ്നമാണ്, അവിടെ ചന്ദ്രമംഗല യോഗം നടക്കുന്നുണ്ടോ, അതുപോലെ നിങ്ങളുടെ 7-ാം ഭാവത്തിൽ ചന്ദ്രമംഗല യോഗമുണ്ടോ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് ഒബ്സഷൻ ആ ലെവലിലായിരിക്കും. അപ്പോൾ അതുപോലെ ജാതകത്തിൽ ശനിയുടെയും രാഹുവിൻ്റെയും യുതി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് വേറൊരു തരത്തിലുള്ള ഒബ്സഷൻ കൊണ്ടുതരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അഡിക്ഷൻ കൊണ്ടുതരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ദശാകാലവും നെഗറ്റീവ് ആകുമ്പോഴാണ് എനിക്ക് ആ സമയം മോശമാണെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ എന്താണ്, അവരെന്താണ് റിസൾട്ട് തരുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ദശാകാലങ്ങൾ ഗോചരങ്ങളൊക്കെ വരുന്നുണ്ടോ, അതാണ് നമ്മുടെ സുഖവും അല്ലെങ്കിൽ നമുക്ക് അനിഷ്ടങ്ങൾ വരുന്നതും നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതാണ് ജനറലായിട്ട് മീനം രാശിക്കാർക്ക് വേണ്ടി പറഞ്ഞു തരാനുള്ളത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഓം നമഃ ശിവായ.